നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമോ, നിങ്ങൾക്കത് വീഡിയോ എഡിറ്റിംഗ് ആവട്ടെ, പോസ്റ്റർ ഡിസൈനിങ് ആവട്ടെ, മോഷൻ ഗ്രാഫിക്സ് ആവട്ടെ, ഏത് തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ആണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം വളരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ആയിട്ടുള്ള വളരെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഏറ്റവും മികച്ച ഒരു ഡിസൈനിങ് ടൂളാണ് ക്യാൻവ. ക്യാൻവയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫ്രീ ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും മികച്ച പ്രത്യേകത എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൽ വളരെ നോളജ് ഉള്ള, ഡിസൈനിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഡിസൈനിങ്ങിനകത്ത് അത് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലിന് ഉപയോഗിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ ബേസിക് ആയിട്ട് ഡിസൈനിങ്ങിനെ കുറിച്ചൊരു നോളജും ഇല്ലാത്ത, ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ വെറും സാധാരണക്കാരൻ എന്ന് പറയാവുന്ന ഒരാൾക്കും ക്യാൻവ ഉപയോഗിച്ച് ഏറ്റവും മികച്ച ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു. സോ ഇങ്ങനെയുള്ള ഒരു ടൂളാണ് ക്യാൻവ. അപ്പൊ ക്യാൻവയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങൾക്ക് ക്യാൻവയെ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ക്യാൻവ ഏറ്റവും മികച്ച ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. സോ എങ്ങനെയാണ് ക്യാൻവയെ, എന്താണ് ക്യാൻവ, എങ്ങനെയാണ് ക്യാൻവയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാൻവയുടെ ഈ ഒരു എന്താ പറയാ മാജിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ക്യാൻവ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്ലാറ്റ്ഫോം, ഒരു ഡിസൈൻ ടൂളാണ്. ഇതിന്റെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് പരിധികളില്ലാത്ത അൺലിമിറ്റഡ് ആയിട്ടുള്ള വിഷ്വൽ കണ്ടന്റ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്യാൻവയുടെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ക്യാൻവയെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്യാൻവയെ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ക്യാൻവ മനസ്സിലാക്കാതെ, ക്യാൻവയെ പഠിക്കാതെ നമ്മൾ ക്യാൻവ ഉപയോഗിച്ചാൽ ക്യാൻവ തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പരിമിതമായ, വളരെ ലളിതമായ റിസൾട്ട് ആയിരിക്കും. അതായത് നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ഔട്ട്കം ആയിരിക്കും. അതേ സ്ഥാനത്ത് ക്യാൻവയെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണ്, ക്യാൻവയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ, ക്യാൻവ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ കൃത്യമായി പഠിച്ചാൽ ഏറ്റവും മികച്ച ഔട്ട്കം ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ പ്രധാനമായും ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ക്യാൻവയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഈ ഒന്നാം ഭാഗത്തിൽ നമ്മൾ ക്യാൻവയുടെ ഫീച്ചേഴ്സ് ആണ് പരിശോധിക്കുന്നത്. സോ എന്തൊക്കെയാണ് ക്യാൻവയുടെ ഫീച്ചേഴ്സ്? ക്യാൻവയുടെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇന്റർഫേസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഏത് ഡിസൈനിങ് ടൂള് നമ്മൾ ഉപയോഗിച്ചാലും, അത് ഫോട്ടോഷോപ്പ് ആവട്ടെ, അതല്ല നമ്മളുടെ ഇല്ലസ്ട്രേറ്റർ ആവട്ടെ, ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള പ്രീമിയർ പ്രോ അതുപോലെയുള്ള ടൂൾസുകളാവട്ടെ, ഏത് ടൂൾസ് ആയാലും ഡിസൈനിങ് ടൂളിന്റെ പ്രത്യേകത, ഡിസൈനിങ് ടൂളിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി എലിമെന്റ്സുകളുണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, അനിമേഷൻസ് ഉണ്ട്, ഒത്തിരി എഫക്ട്സുകളുണ്ട്, ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. ഇതിനെ കൃത്യമായി, ആ ടൂളിനെ കൃത്യമായി പഠിച്ച് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയൂ, കൃത്യമായ ഔട്ട്കം ഉണ്ടാക്കാൻ കഴിയും. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ടൂളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ ടൂളിനെ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, ആ ടൂളിനെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു, ആ ടൂളിനകത്ത് നിങ്ങൾ എത്രത്തോളം ടെക്നിക്കലായിട്ടുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഔട്ട്കത്തെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ ഔട്ട്പുട്ടിനെ നിർണ്ണയിക്കുന്നത്. പക്ഷെ ക്യാൻവയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിനകത്തുള്ള ടൂളുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ടെക്നിക്കലായിട്ട് ഒന്നും പഠിക്കാനില്ല. എങ്ങനെയാണ് ക്യാൻവയെ ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം പഠിക്കുക, ടെക്നിക്കലായ കാര്യങ്ങളെക്കുറിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? അതായത് വളരെ ലളിതമായിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും കഴിയാവുന്ന രൂപത്തിൽ എലിമെന്റ്സുകളായിട്ട്, ടെക്സ്റ്റുകളായിട്ട്, ഇമേജുകളായിട്ട്, ഐക്കണുകളായിട്ട് ക്യാൻവയ്ക്കകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയർ ആയിട്ടുള്ള ഡിസൈൻ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് ഒന്ന് നിങ്ങൾക്ക് ക്യാൻവയെ ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കാൻ വേണ്ടി കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിയാൽ
നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതൊരാൾക്കും നമ്മൾ ക്യാൻവയുടെ ഇന്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ദ ക്രിയേറ്റ് ഡിസൈൻ എന്ന ഈ ബട്ടണിൽ, ഈ ക്രിയേറ്റ് ഡിസൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് ആദ്യം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണോ, സ്റ്റോറി ആണോ, എന്താണോ ആവശ്യമുള്ളത് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയിൽ ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ ഡിസൈൻസ് എന്ന കോളത്തിനകത്ത്, ഡിസൈൻസ് എന്ന ഫോൾഡറിനകത്ത്, അല്ലെ ഡിസൈൻസ് എന്ന ഏരിയക്കകത്ത് നമ്മളുടെ കൃത്യമായിട്ട് ഓരോ ഏരിയ ബേസ്, ഓരോ ഇൻഡസ്ട്രി ബേസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ബേസ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് ബേസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഏത് പ്രൊഡക്റ്റ് ആവട്ടെ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇനി അതല്ലെങ്കിൽ ഒരു ഡ്രസ്സസ് എന്ന് വെക്കേണ്ട നമ്മൾ സെലക്ട് ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് കൃത്യമായ ഡിസൈൻസുകളുടെ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നേരിട്ട് ഈ ടെംപ്ലേറ്റുകൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളുടെ ഈ ഡിസൈൻസ് എന്ന ഭാഗത്തു നിന്ന് ടെംപ്ലേറ്റുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റുകളുടെ വൈഡ് ആയിട്ടുള്ള വെറൈറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രീ ഡിസൈൻഡ് ടെംപ്ലേറ്റുകളുടെ വലിയ ഒരു സ്റ്റോക്കാണ് ക്യാൻവയുടെ ലൈബ്രറിക്കകത്തുള്ളത്. ക്യാൻവ രണ്ട് ഓപ്ഷൻസ് ആണ് നിലവിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഫ്രീ വേർഷനും ഉണ്ട്, പ്രോ വേർഷനും ഉണ്ട്. പ്രോ വേർഷനകത്ത് 6 lakh പ്ലസ് ആയിട്ടുള്ള 6 ലക്ഷത്തിലധികം വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ്സ് ആവട്ടെ, പ്രസന്റേഷൻ ആവട്ടെ, ഡിഫറെന്റ് ടൈപ്പിലുള്ള ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ്. നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി സോഷ്യൽ മീഡിയക്കകത്തോ ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തോ ഷെയർ ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണെങ്കിൽ അതിന്റെ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അത് ഫീഡിലേക്കുള്ള ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്, സ്റ്റോറിയിലേക്കുള്ള ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റീലിനുള്ള ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. ഫേസ്ബുക്കിനകത്താണെങ്കിൽ മാർക്കറ്റ് പ്ലേസിനകത്ത് വരേണ്ട അഡ്വർടൈസ്മെന്റ് ആണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ സോഷ്യൽ മീഡിയ എന്ന ഹെഡിനകത്തായാൽ തന്നെ ഒത്തിരി ഓരോ സോഷ്യൽ മീഡിയയ്ക്കും, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും അനുയോജ്യമായ അതിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീഡിനനുസരിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റുകൾ, ഡിഫറെന്റ് കളറിലുള്ള സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി പ്രസന്റേഷൻ ആണ് നമുക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ ഒരു ബിസിനസിന്റെ പ്രസന്റേഷൻ ആണ് ആവശ്യമെങ്കിൽ ആ പ്രസന്റേഷൻ ചെയ്യാൻ ആവശ്യമായ, അതൊരു പക്ഷേ ഒരു ഡയറക്ടർ ബോർഡിന് മുമ്പുള്ള പ്രസന്റേഷൻ ആവാം, അതായത് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആവാം, അതല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആവാം. അങ്ങനെ ഏത് തരത്തിലുള്ള പ്രസന്റേഷൻ ആണ്, അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സൈസുകളിൽ പ്രസന്റേഷന്റെ ഡിഫറെന്റ് സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ബിസിനസ് കാർഡ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. ബ്രൗഷേഴ്സ് ആൻഡ് ഫ്ലയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ബ്രൗഷർ വേണോ, ഫ്ലയർ വേണോ, നമുക്കത് അവൈലബിൾ ആണ്. പോസ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ബാനർ വേണമെങ്കിൽ, ഇനി നമുക്കൊരു റെസ്യൂമേ ചെയ്യണമെങ്കിൽ, നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ, നമുക്കൊരു യൂട്യൂബിന്റെ തംബ്നെയിൽ ഉണ്ടാക്കണമെങ്കിൽ, ഇവിടെ എല്ലാം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ക്യാൻവയിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ വിപുലമായിട്ടുള്ള ഒരു ലൈബ്രറി, ഒരു സ്റ്റോക്ക് ലൈബ്രറി ക്യാൻവയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. ക്യാൻവയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഡിസൈനിന് തൊട്ട് താഴെയായിട്ട് എലിമെന്റ്സ് എന്നൊരു ഏരിയ കാണാൻ വേണ്ടി, ഡിസൈനിന്റെ തൊട്ട് താഴെയുള്ള എലിമെന്റ്സ് എന്ന ഏരിയക്കകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള, നമ്മളിപ്പോ ഒരു സോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്, അതിന്റെ ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഷേപ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് വളരെ വൈഡ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക്, ഫോട്ടോസിന്റെ, ഇഫക്ട്സിന്റെ,
ഐക്കൺസിന്റെ, എലിമെന്റ്സിന്റെ, അത് വീഡിയോസിന്റെ ആവട്ടെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസിന്റെ ആവട്ടെ, ഓഡിയോസിന്റെ ആവട്ടെ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി സ്റ്റോക്ക് ക്യാൻവയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോസിനോ വീഡിയോ ക്ലിപ്പിനോ അല്ലെങ്കിൽ ഓഡിയോസിനോ ഒന്നിനും വേണ്ടി നമ്മൾ മറ്റൊരു സ്ഥലത്തെ അല്ലെങ്കിൽ മറ്റൊരു ബ്രൗസറിനെ അല്ലെങ്കിൽ മറ്റൊരു ഏരിയയോ ആശ്രയിക്കാതെ തന്നെ നിലവിലുള്ള ക്യാൻവയുടെ സ്റ്റോക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏറ്റവും മികച്ച ഡിസൈനുകൾ ചെയ്യാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്ക് ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള ക്യാൻവ പ്രോയ്ക്കകത്താണെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഒത്തിരി ഇമേജുകൾ, അതുപോലെ ഇല്ലസ്ട്രേഷൻസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫ്രീ വേർഷനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും പ്രോ വേർഷനകത്ത് വളരെ പ്രീമിയം ആയിട്ടുള്ള സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റിയുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മൾ പലപ്പോഴും പുറത്തുള്ള സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഓപ്ഷൻ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഡിസൈനുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞു പോകാറുണ്ട്, അതിന്റെ റെസൊല്യൂഷൻ വളരെ കുറഞ്ഞു പോകാറുണ്ട്, ഹൈ ക്വാളിറ്റി കിട്ടാറില്ല. എന്നാൽ ക്യാൻവയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഹൈ ക്വാളിറ്റിയുള്ള ഡിസൈൻസ്, ഇമേജസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസ്, ഐക്കൺസ് ഒക്കെ അങ്ങനെയാണ്, എലിമെന്റ്സ് ഒക്കെ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കോപ്പി റൈറ്റിനെ പേടിക്കാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. നാലാമത്തെ കാര്യം, ക്യാൻവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റം ഫോണ്ട്സ് ആൻഡ് ടെക്സ്റ്റ് എഫക്ട്സ് എന്നുള്ളതാണ്. അതായത് ഒത്തിരി ഫോണ്ടുകൾ ക്യാൻവയിൽ അവൈലബിൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഫോണ്ടുകൾ, ഇംഗ്ലീഷ് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജസിൽ ഉൾപ്പെടെ ക്യാൻവയുടെ ബിസിനസ് വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ക്യാൻവയുടെ മലയാളം അല്ലെങ്കിൽ തമിഴ് ഉൾപ്പെടെയുള്ള ലോക്കൽ ലാംഗ്വേജുകൾ ഉൾപ്പെടെ നമുക്ക് ഏറ്റവും മികച്ച രൂപത്തിലുള്ള ഫോണ്ടുകൾ, ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ നമുക്ക് ലഭ്യമാണ്. ഇത്തരം ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ അതിന്റെ എഫക്റ്റുകളും, ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ, ഒരു ഡിസൈനിനെ അതിനകത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോണ്ട് ഉപയോഗിക്കുക, അതിനെ ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്റ്റിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത് ആ ഡിസൈനിന്റെ ഒരു ഓവറോൾ ഇംപ്രഷനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യം. അപ്പൊ ക്യാൻവയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ക്യാൻവയുടെ ഇവിടെ എലിമെന്റ്സിന്റെ തൊട്ട് താഴെയുള്ള ടെക്സ്റ്റ് എന്ന ഓപ്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും 3 ഡിഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനമായും നമ്മളെ സൈസിനെ അനുസരിച്ചാണ്. ആഡ് ഹെഡിങ്, അതുപോലെ തന്നെ ആഡ് സബ് ഹെഡിങ്, ആഡ് ലിറ്റിൽ ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്ന 3 ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹെഡിങ്ങിന് എപ്പോഴും ഒരു ഡിസൈനകത്ത് ഹെഡിങ് എന്ന് പറയുന്നത് ബിഗ് സൈസിലായിരിക്കും ഉണ്ടാകുക, സബ് ഹെഡിങ് കുറച്ചുകൂടി ഒരു മീഡിയം സൈസിലായിരിക്കും, ടെക്സ്റ്റ് നോർമലി ഒരു ബോഡി ടെക്സ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അത് കൂടാതെ ഒത്തിരി മോഡേൺ ടൈപ്സ് അതിന് താഴെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് നമ്മുടെ ഡിസൈനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ ആ ഒരു ടെംപ്ലേറ്റിലേക്ക് വരികയും അതിനെ കളർ ചേഞ്ച് ചെയ്യുകയോ സൈസ് ചേഞ്ച് ചെയ്യുകയോ അതിന്റെ ടെക്സ്റ്റ് കണ്ടന്റ് ചേഞ്ച് ചെയ്യുകയോ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ ലെറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ആ ലെറ്ററിനകത്ത് ഒത്തിരി ഫോണ്ടുകൾ നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ സൈസ് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും, കളർ മാറ്റാൻ വേണ്ടി കഴിയും, അതിനെ ഡിഫറൻ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു സ്പേസിങ് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഷാഡോ എഫക്റ്റ്, ലിഫ്റ്റ്, ഹോളോ, സ്പ്ലൈസ്, ഔട്ട്ലൈൻ, ഇക്കോ, എങ്ങനെ പറഞ്ഞിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ലൈസ്, കർവ് സൈസിലേക്ക് കൊണ്ടുവരണമോ, അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇവിടെ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രൂപത്തിൽ ടിപ്പോഗ്രഫി ക്രിയേറ്റ് ചെയ്യാൻ ഈ ക്യാൻവയിലെ ടെക്സ്റ്റ് ഇമേജ്, ടെക്സ്റ്റ് എഫക്റ്റുകൾ നമ്മളെ സഹായിക്കുന്നത്. അഞ്ചാമത്തെ ക്യാൻവയുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ക്യാൻവയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നതാണ്. അതായത് നമ്മുടെ ഡിസൈനിനകത്ത് ഒരു പക്ഷേ നമുക്ക് പുറത്തു നിന്ന് ഒരു ഇമേജ് കൊണ്ടുവരേണ്ടി വരും. നേരത്തെ നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. സപ്പോസ് നമ്മളൊരു ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു എയ്റോപ്ലെയിന്റെ ചിത്രം സ്വാഭാവികമായിട്ട് നമ്മളൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ലൊരു എയ്റോപ്ലെയിന്റെ ചിത്രം നമുക്ക് കൊണ്ടുവരണം, ഒരു ഫ്ലൈറ്റിന്റെ ചിത്രം നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഫ്ലൈറ്റിന്റെ ചിത്രം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫ്ലൈറ്റിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും.
ഈ ഫീച്ചർ ക്യാൻവ പ്രോയിലാണ്, ഫ്രീ വേർഷനകത്ത് അവൈലബിൾ അല്ല. പക്ഷെ ഏറ്റവും നന്നായിട്ട്, അതായത് നമ്മുടെ ഡിസൈൻ ആ പിക്ചറിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രൂപത്തിൽ വളരെ കൃത്യമായി, ഫോട്ടോഷോപ്പിലൊക്കെ ഒരു ഡിസൈൻ, നമ്മളൊരു ബോർഡർ ഒക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്യാൻവയിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കൊണ്ട് നിങ്ങളുടെ ഫോട്ടോസിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്രാൻഡ് കിറ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടേതായ ബിസിനസിന്റെ ഒരു ബ്രാൻഡ് കിറ്റ് നമുക്ക് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, നമ്മുടേതായ, നമുക്ക് സ്ഥിരമായിട്ട് അതിന്റെ പോസ്റ്റേഴ്സ് കൊടുക്കേണ്ടി വരും, മാർക്കറ്റിംഗ് ഫ്ലയേഴ്സ് കൊടുക്കേണ്ടി വരും, നമുക്ക് പലതരത്തിലുള്ള ബാനർ അല്ലെങ്കിൽ ബോർഡ്, അങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആവട്ടെ, സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആവട്ടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കോമൺ ആയ പാറ്റേണും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈലും സ്വീകരിക്കുക. നിങ്ങളുടേതായ ബ്രാൻഡിങ് കളർ, നിങ്ങളുടേതായ ഒരു ബ്രാൻഡിങ് പാറ്റേൺ, നിങ്ങളുടേതായ ഒരു ബ്രാൻഡിങ് സ്റ്റൈൽ അങ്ങനെ ഉണ്ടായിരിക്കുക. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക, നമ്മൾ പല ദിവസങ്ങളിലാണ്, പലപ്പോഴാണ്, പല ഘട്ടങ്ങളിലാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്, ഒറ്റയടിക്കല്ലല്ലോ ഒരു ഡിസൈൻ പൂർത്തിയാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കളർ മാറിപ്പോവാൻ സാധ്യതയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ആ കളറിന്റെ ടോണ് മാറിപ്പോവാം. അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ കൃത്യമായി നമുക്ക് നമ്മളുടെ ഒരു ബ്രാൻഡ് കിറ്റ് ക്യാൻവയിൽ സ്റ്റോർ ചെയ്തെടുക്കാം. നമ്മളുടെ ബ്രാൻഡിന്റെ കളേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺസ്, കാരണം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ഫോണ്ട് ഇന്നൊരു ഡിസൈനിൽ ഉപയോഗിച്ചു, ആ ഫോണ്ട് തന്നെ സ്ഥിരമായിട്ട് എല്ലാ ഡിസൈനിലും ഉപയോഗിക്കുക എന്നുള്ളത്, അത് നമ്മുടെ സൈനേജിലാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് ആവട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോണ്ടുകൾ അതായത് എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും നമ്മളുടെ ബ്രാൻഡിനെ കസ്റ്റമർക്ക് തിരിച്ചറിയാൻ കഴിയാവുന്ന രൂപത്തിൽ, റിലേറ്റ് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള ഐഡന്റിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ബ്രാൻഡ് ബിൽഡിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ബ്രാൻഡ് ബിൽഡിങ്ങിനായിട്ടുള്ള ഈ കോമൺ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ബ്രാൻഡഡ് കളേഴ്സ്, ഫോൺസ്, അതുപോലെ തന്നെ ലോഗോസ്, അങ്ങനെ എല്ലാം നമുക്ക് കൃത്യമായി ഒരു കിറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ക്യാൻവയിൽ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മൾ സേവ് ചെയ്ത ആ ബ്രാൻഡ് കിറ്റ് ഉപയോഗിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഡിസൈൻസുകൾ നമുക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അനിമേഷൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളതാണ്. അതായത് അനിമേഷന്റെ ഒരു വലിയ ലോകമാണ് ക്യാൻവ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഡിസൈനകത്ത് അനിമേഷൻസ് കൊണ്ടുവരാൻ കഴിയും, നല്ല രൂപത്തിലുള്ള ട്രാൻസിഷൻസ് കൊണ്ടുവരാൻ കഴിയും, നല്ല രൂപത്തിലുള്ള അനിമേഷൻസ് കൊണ്ടുവരാൻ കഴിയും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വർക്ക് എടുക്കുന്നു, നമ്മളെ ടെംപ്ലേറ്റിനകത്തേക്ക് ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്നു. ഈ ടെക്സ്റ്റിനെ ഇവിടെ നമുക്ക് മുകളിലുള്ള നമ്മളുടെ ടൂൾ ബാറിനകത്ത് അനിമേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അനിമേറ്റിൽ നോക്കൂ, ഒത്തിരി, അതായത് റൈസ്, പാന്, ഫെയ്ഡ്, പോപ്പ്, വൈപ്പ് എന്ന് തുടങ്ങി ഒത്തിരി ആയിട്ടുള്ള അനിമേഷൻ ഓപ്ഷൻസ് ഉണ്ടാവും. ഈ അനിമേഷൻ നമ്മൾ ഡിസൈനിന് അല്ലെങ്കിൽ നമ്മളൊരു വിഷ്വൽ, ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ഒരു നോർമൽ ഒരു സാധാരണ പോസ്റ്ററിനെ അപേക്ഷിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അനിമേഷൻ വളരെ സഹായിക്കും. അത് നമുക്ക് എൻറ്റർ ചെയ്യുമ്പോഴോ ആണോ എക്സിറ്റ് ചെയ്യുമ്പോഴാണോ, ഏത് സ്പീഡിൽ അനിമേഷൻ വരണം, ഏത് സ്പീഡിൽ അനിമേഷൻ ഫേഡ് ഔട്ട് ആവണം എന്നൊക്കെ കൃത്യമായി നമുക്ക് സിംഗിൾ ക്ലിക്ക് തീരുമാനിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ അനിമേഷൻ ഓപ്ഷൻ ഈ ക്യാൻവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ അനിമേഷൻ, നമ്മൾ ഏത് അനിമേഷൻ ആണോ സെലക്ട് ചെയ്തത് ആ അനിമേഷൻ നമ്മുടെ വിഷ്വലിനകത്ത്, നമ്മുടെ ഡിസൈനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വീഡിയോസിനകത്ത് അല്ലെങ്കിൽ ഗിഫ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഒത്തിരി ഗ്രാഫിക് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ കണ്ടന്റ്സ് നമ്മൾ ക്യാൻവ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മളുടെ വീഡിയോ ആവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഇതര ടെക്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻസ് ആവട്ടെ, അതിനകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ ഒരു കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ ഇന്ററാക്ട് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ആനിമേഷൻ അല്ലെങ്കിൽ എഫക്ട്സുകൾ കൊണ്ടുവരാൻ ക്യാൻവ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും.
മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് കൊളാബറേഷൻ ടൂൾ. കൊളാബറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വലിയ കമ്പനികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തന്നെ ഒന്നിലധികം പേർ ഈ ഡിസൈനുമായി ഇടപെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഫോട്ടോഷോപ്പിനകത്ത് അല്ലെങ്കിൽ മറ്റൊരു ടൂളിനകത്ത് പ്രീമിയർ പ്രോയ്ക്കകത്തൊക്കെ ഒരു പ്രൊഡക്റ്റ് ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് പിന്നീട് അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീടോ ആ വർക്കിനകത്ത് ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. പക്ഷെ ക്യാൻവ കൊളാബറേഷനിലൂടെ ഒന്നിലധികം ആളുകൾക്ക് തന്നെ നിങ്ങൾക്ക് ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ വളരെ റിയൽ ടൈം തന്നെ നിങ്ങളുടെ ഡിസൈൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും, നിങ്ങൾക്ക് കമന്റ്സ് ആഡ് ചെയ്യാൻ കഴിയും, അത് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്തൊരു വർക്ക് എൻ്റെ ഒരു കൊലീഗിന് ദ സെയിം ടൈം ഞാനൊരു വർക്ക് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ കൊലീഗിന് അത് കാണാൻ വേണ്ടി കഴിയുകയും അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവരാൻ. സോ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങളുടെ ഒരു ഡിസൈനറാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാഫാണ് ക്യാൻവ ഉപയോഗിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത സമയത്ത് സാധാരണ രീതിയിൽ ഫോട്ടോഷോപ്പ് ഒക്കെയാണ് ആ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരണം. എന്നിട്ട് നിങ്ങൾ വീണ്ടും അത് തിരിച്ച് അതിനകത്തുള്ള ചേഞ്ചസ് പറഞ്ഞു കൊടുക്കണം, വീണ്ടും ആ ഡിസൈൻ ഓപ്പൺ ചെയ്ത് ചെയ്യണം. പക്ഷെ ക്യാൻവയ്ക്കകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ക്യാൻവയിൽ ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിലൂടെ നമുക്ക് നമ്മളുടെ കൊലീഗിന് അല്ലെങ്കിൽ നമ്മുടെ കൊളാബറേറ്റ് ചെയ്ത ആൾക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷെയർ ദിസ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി, ഷെയറിനതായ ഷെയർ ദിസ് ഡിസൈൻ. ഇവിടെ നമുക്ക് ഈ എഡിറ്റിനകത്ത് നമുക്ക് പീപ്പിൾ വിത്ത് ആക്സസ്, ആർക്കാണ് ഇത് ആക്സസ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആർക്കാണോ ആക്സസ് കൊടുക്കേണ്ടത്, ഒന്നുകിൽ അവരുടെ ക്യാൻവ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നെയിം, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലെങ്കിൽ അവരുടെ ഇമെയിൽ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഈ ഡിസൈൻ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുമായി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് ഈ ഡിസൈൻ കിട്ടുകയും ആവശ്യമായ ചേഞ്ചസ് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, കൊളാബറേഷനകത്ത് തന്നെ വരുന്ന ഇത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹായകരമായ ഒരു കാര്യം. വലിയ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബിസിനസ് ഡിസൈൻ ചെയ്യുന്നവര്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെയിൽസ് നോക്കുന്നവര്, അതല്ലെങ്കിൽ ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ബിസിനസ് ഓൺ ചെയ്യുന്ന ആള്, ഇങ്ങനെ വ്യത്യസ്തമായ ആളുകൾക്കിടയിൽ കൃത്യമായി ഈ ഡിസൈൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡിസൈൻ നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ, ഡിസൈൻ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുമ്പോൾ ഏതൊരാൾക്കും ദ റിയൽ ടൈം അതിനകത്ത് കറക്ഷൻസ് വരുത്താൻ വേണ്ടി കഴിയും. ഒന്നിലധികം മാർക്കറ്റിംഗ് ടീം ഉണ്ടെങ്കിൽ, ഒന്നിലധികം പേഴ്സൺസ് മാർക്കറ്റിംഗ് ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇത് വളരെ സഹായകരമാവും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് മാജിക് റീസൈസ് എന്നുള്ളത്. അതായത് ക്യാൻവ മറ്റൊരു ടൂളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാത്ത ഫെസിലിറ്റിയാണ് ക്യാൻവയുടെ മാജിക് റീസൈസ്. ഇവിടെ ക്യാൻവയുടെ മുകളിലത്തെ ടൂൾ ബാറിനകത്ത് നോക്കിയാൽ റീസൈസ്, ഇത് പ്രോ വേർഷനകത്ത് മാത്രമാണ് നമുക്ക് റീസൈസ് അവൈലബിൾ ആവുക. അതായത് നമ്മളൊരു ഡിസൈൻ ചെയ്തു, ആ ഡിസൈൻ ഇത് പക്ഷേ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഫീഡിലുള്ള ഡിസൈൻ ആണെങ്കിൽ ഇതിനെ ഏത് സൈസിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇവിടെ ഓൾറെഡി നമ്മൾ റീസൈസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈനെ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത ഡിസൈനെ നമ്മൾ നേരെ മാജിക് റീസൈസിലേക്ക് കൊടുക്കുമ്പോൾ അത് ഏത് സൈസിലേക്ക് വേണ്ടത് എന്ന് അവിടെ നമുക്ക് ചോദിക്കും. കസ്റ്റം സൈസ് വേണോ, അതല്ല സോഷ്യൽ മീഡിയയുടെ സൈസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അതല്ല നമുക്ക് പ്രിന്റബിളിന്റെ സൈസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇനി ഒന്നുമല്ല നമുക്ക് കസ്റ്റം സൈസ് ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസ് ആണ്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ആൻഡ് റീസൈസ് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് ഈ ഡിസൈൻ എന്ത് ചെയ്യുന്നു, ആ പുതിയ സൈസിലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് നമുക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ നമ്മുടെ ടൈമിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഒരു ഡിസൈൻ ഇപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു, സോഷ്യൽ മീഡിയ ഫീഡിലേക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു, ഫേസ്ബുക്ക് ഫീഡിന്. പക്ഷെ ഫേസ്ബുക്ക് സ്റ്റോറിയുടെ സൈസ് വേറെയാണ്,
റീലിന്റെ സൈസ് വേറെയാണ്, മാർക്കറ്റ് പ്ലേസിന്റെ സൈസ് വേറെയാണ്. അങ്ങനെ ഒരു 3-4 സൈസിലേക്ക് ഒരേ ഡിസൈൻ മാറ്റേണ്ടി വരുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് പോലെയുള്ള ഒരു ട്രഡീഷണൽ ടൂളിനകത്ത് ചെയ്യുമ്പോൾ അതൊരു പക്ഷെ ഒത്തിരി സമയമെടുക്കുമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളുടെ ഡിസൈൻസിനെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലേക്കും മാറ്റാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് മാജിക് റീസൈസിന്റെ പ്രത്യേകത. ഇത് ക്യാൻവയുടെ പ്രോ വേർഷനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് ഇന്റഗ്രേഷൻ എന്നുള്ളതാണ്. അതായത് ക്യാൻവയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും എല്ലാ ക്രിയേറ്റീവ് വർക്ക്സും സ്റ്റോർ ചെയ്യപ്പെടുന്നത് ക്ലൗഡിനകത്ത്. ക്ലൗഡിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താ? ഏത് ഡിവൈസിൽ നിന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിവൈസിന്റെ സ്റ്റോറേജിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തു, അത് സ്റ്റോർ ചെയ്തു, എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തു, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈൻ സ്റ്റോർ ചെയ്ത് ഒരുപാട് സമയം കഴിയുമ്പോൾ പിന്നീട് ഒരിക്കൽ നോക്കുമ്പോൾ നമുക്ക് ആ ഡിസൈൻ സെലക്ട് ചെയ്യാൻ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്നുള്ളത് നമ്മൾ മറന്നുപോകും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡിവൈസ് ഏതെങ്കിലും തരത്തിൽ ക്രാക്ഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിവൈസ് ഏതെങ്കിലും തരത്തിൽ ഡാമേജ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ആ സ്റ്റോറേജിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് ഏത് സമയത്തും, ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ലാപ്ടോപ്പിനകത്താണ് ഞാൻ ഒരു കാര്യം ഡിസൈൻ ചെയ്തതെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലില്ല, എൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് ആ ഡിസൈനിൽ ആവശ്യമായ എഡിറ്റ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ കഴിയുന്ന ഏത് ഡിവൈസിൽ നിന്നും നിങ്ങൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളുമായി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ക്യാൻവ, ഗൂഗിൾ ഡ്രൈവ്, അതേപോലെ ഡ്രോപ്പ് ബോക്സ്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇതുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ നിന്ന് നേരിട്ട് നമുക്ക് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് നമ്മളുടെ ഡിസൈൻസ് ഷെയർ ചെയ്യാൻ കഴിയും, സേവ് ചെയ്യാൻ കഴിയും. ഇവിടെ സേവ് ചെയ്യുമ്പോൾ ക്യാൻവയ്ക്കകത്ത് നമ്മൾ ഷെയർ എന്നുള്ള റൈറ്റ് സൈഡിലെ കോർണറിലുള്ള ഷെയർ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് പബ്ലിക് വ്യൂവിനുള്ള ലിങ്ക്, അതായത് പബ്ലിക്കിന് കാണാൻ കഴിയാവുന്ന ലിങ്ക് കോപ്പി ചെയ്യാൻ കഴിയുന്നുണ്ട്. LMSലേക്ക് വരുന്നുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് ടീംസ്. ഇവിടെ നോക്കൂ, നമുക്ക് എവിടേക്കാണോ നമുക്ക് പ്രസന്റേഷൻ ആക്കണോ, നമുക്ക് സെൻഡ് ടു ഫോണിലേക്ക് സെൻഡ് ചെയ്യണോ, നമുക്ക് ഡ്രൈവിലേക്ക് കൊടുക്കണോ, ഡ്രോപ്പ് ബോക്സിലേക്ക് കൊടുക്കണോ, മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവിലേക്ക് കൊടുക്കണമോ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആവണോ, ഇമെയിൽ ചെയ്യണമോ, നിങ്ങൾക്ക് ഇനി മെയിൽ ചിമ്പുമായി നിങ്ങൾക്ക് കണക്ട് ചെയ്യണമോ, ഇങ്ങനെ നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് സാധ്യമാവുന്ന, വിത്തിൻ ക്ലിക്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു ഫീച്ചറാണ് ക്യാൻവയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫൈനൽ, ക്യാൻവയുടെ പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗ് ഓപ്ഷൻ എന്നുള്ളതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ക്യാൻവയിൽ നിന്ന് വളരെ ഹൈ ക്വാളിറ്റി ഡിസൈൻസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയാവുന്ന, ഡയറക്റ്റ്ലി അതേപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ കഴിയാവുന്ന ഹൈ ക്വാളിറ്റി വിഷ്വൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. നമ്മളൊരു ഡിസൈൻ നമ്മളത് ഡൗൺലോഡ് ചെയ്യാൻ ഇടുമ്പോൾ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വെക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് ക്വാളിറ്റി, ഏത് സൈസ് വേണം എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ നോർമലി നമുക്ക് സോഷ്യൽ മീഡിയ ഏത് സൈസിൽ വേണം, സോഷ്യൽ മീഡിയന്റെ സൈസിൽ വേണോ, നമുക്കതല്ല പ്രിന്റിനുള്ള സൈസിൽ വേണോ, ഇങ്ങനെ ഓരോ ഡിസൈനും. നമ്മളിപ്പോ ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ ക്വാളിറ്റി ഇവിടെ നോക്കൂ, വീഡിയോയുടെ ക്വാളിറ്റി നോർമൽ സോഷ്യൽ മീഡിയക്കുള്ള ക്വാളിറ്റി ആണെങ്കിൽ അത് മതി. ഇനി അതല്ല, നമുക്ക് സോഷ്യൽ മീഡിയക്കല്ല ലൈവ് സ്ട്രീമിങ്ങിനുള്ള ഒരു ക്വാളിറ്റി വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒറിജിനൽ ക്വാളിറ്റി ഇതാണ്, ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടി നമ്മൾ തിയേറ്ററിൽ അല്ലെങ്കിൽ അങ്ങനെ TV-യിലൊക്കെ കൊടുക്കാൻ വേണ്ടി വരുന്ന ഇതാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെ ലാർജ് സ്ക്രീനിന് വേണ്ടി, അതായത് സിനിമ തിയേറ്റർ പോലെയുള്ള ലാർജ് സ്ക്രീനിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി, അങ്ങനെ ഏത് ക്വാളിറ്റിയിലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട് വേണ്ടത് ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഈ ഔട്ട്പുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊരു കാര്യം, ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും, നമുക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമ്മുടെ ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അത് PNG ആവട്ടെ, JPEG ആവട്ടെ, PDF ആവട്ടെ, MP4 ആവട്ടെ, ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്
ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, നമ്മളിവിടെ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഏതാണ് ഫയൽ ടൈപ്പ് എന്നുള്ളത് ക്യാൻവ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെറ്റർ ഫയൽ ടൈപ്പ് ക്യാൻവ സജസ്റ്റ് ചെയ്യും. അത് PNG ആവണോ, JPG ആവണോ. നമ്മൾ നോർമലി ഒരു വീഡിയോ അതല്ലെങ്കിൽ ഡിജിറ്റൽ യൂസിനുള്ള ഫോർമാറ്റുകളാണെങ്കിൽ, ഡിജിറ്റൽ യൂസിനുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ PNG ഓർ JPG നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് വീഡിയോസ് ആണെങ്കിൽ നമുക്ക് MP4 ഡൗൺലോഡ് ചെയ്യാം. ഇനി ലോഗോ പോലെയുള്ള കുറച്ച് ഷാർപ്പായിട്ടുള്ള ലെൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് SVG ഡൗൺലോഡ് ചെയ്യാം. ഇനി പ്രിന്റബിൾ പ്രിന്റ് ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് PDF പ്രിന്റിൽ എടുക്കാം, PPT എടുക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ക്യാൻവയ്ക്കകത്തുണ്ട്. ഇനി ക്യാൻവയുടെ പൊതുവായിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാൻവയുടെ അപ്ലോഡിംഗ് ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ആവശ്യമുള്ള അഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസോ ഇമേജോ മ്യൂസിക്കോ എനിത്തിങ് ഫോൺസോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പ്രത്യേകമായി കുറേയേറെ ആപ്സ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. മാജിക് മീഡിയ എന്നത് ക്യാൻവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. അതായത് ക്യാൻവ നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ്സിനനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ ക്യാൻവ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്യാപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സുകൾ ഉള്ള ഒരു ഡിസൈനിങ് ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. സോ ക്യാൻവ നമ്മളെ ഏറ്റവും നല്ല രൂപത്തിൽ ടൈം കൺസ്യൂം ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി അല്ലാതെ ഡിസൈനിങ്ങിനെ വളരെ ടൈം സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിസൈനിങ്ങിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവർക്ക് പോലും, ഡിസൈനിൽ പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും, അതല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ നിങ്ങൾ പ്രൊഫഷണൽ ആവട്ടെ, ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാവട്ടെ, ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ഫീച്ചറാണ് ക്യാൻവയിൽ. ഏതൊരാൾക്കും കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ, ഒരു ഡിസൈനിങ് ടൂളാണ് ക്യാൻവ. സോ ക്യാൻവയുടെ ഫീച്ചറുകളെ കുറിച്ച് ആണ് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ക്യാൻവയുടെ ഏതെങ്കിലും ഫീച്ചേഴ്സിനകത്ത് ഏതെങ്കിലും ഫീച്ചറുകളെ കുറിച്ച് കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ആവശ്യപ്പെടാം.